ഈ റീൽസ് ചെയ്യുന്നപ്പോ ഇനി ഓരോരുത്തർ ചെയ്തത് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കെന്ന് ഒരു ഐഡന്റിറ്റി, ഒരു സ്പെഷ്യൽ ആയിട്ട് ഇത് വേറെ ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം, അത് ഒന്നും ഇല്ലല്ലോ. സോ അത് എടുക്കില്ല സിനിമാക്കാർക്ക് അവർ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് ഒന്ന് കാണണം, അപ്പോഴാണ് അവർ ചാൻസ് കൊടുക്കും. നീ എങ്ങനെ വിചാരിക്കുന്നു, നിനക്ക് ഇൻ കേസ് ഒരു ക്യാരക്ടർ കൊടുക്കുന്നെങ്കിൽ നിനക്ക് അവിടെ ട്രാൻസ് വുമനായിട്ട് കാണിക്കണോ, അല്ലാതെ വേണ്ട, അത് വേണ്ട, എനിക്കൊരു വുമൻ ആണ് വേണോന്ന്? അങ്ങനെ എനിക്കില്ല. എനിക്ക് ഇപ്പൊ ട്രാൻസ് വുമൺ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പോ വുമൺ ആയിട്ട് അത് എന്തിനു ചെയ്യണമെന്ന്, അത് എതൊക്കെ അത് ചെയ്യണം? കാരണം നീ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ സർജറി, ഈ പെയിൻ ഒക്കെ എടുത്ത് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു എ വുമൻ. പിന്നെ എന്തിനാ ഈ ക്യാരക്ടർ നീ ചെയ്യണം? അല്ല, അത് എനിക്ക് എല്ലാ ഡയറക്ടറുടെ ചോദ്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ക്യാരക്ടർ വേണമെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് എടുത്ത് മീസൊക്കെ ഒഴിച്ചിട്ട് ദാടിയൊക്കെ ഒഴിച്ചിട്ട് സാരി ഇട്ടിട്ട് ആ ക്യാരക്ടർ ചെയ്തോ. ഇത്ര പെയിൻ എടുത്ത് ഇത്രയ്ക്കും ചെയ്തവരെ തിരിച്ച് അങ്ങനെ എന്തിനു കാട്ടണം? ഓക്കെ, അമ്മ പറയുന്നത് ഈ ട്രാൻസ് ആയി മാറിയ കുട്ടികളെ പിന്നെ ഈ സിനിമയിലേക്ക് എന്തിനാണ് ട്രാൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്, അവർക്ക് സ്ത്രീ കഥാപാത്രങ്ങൾ കൊടുത്തുകൂടെ എന്ന്. അതെ, അത്രയും കഥ അത് എനിക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരു ട്രാൻസ് ഓറിയന്റഡ് കഥാപാത്രങ്ങൾക്കാണ് അവരെ വിളിക്കുന്നുള്ളൂ. ചിലപ്പോ ചില ആൾക്കാരെ വിളിക്കുന്നത് അത്തരം കഥാപാത്രം ചെയ്യാനായിരിക്കും. അല്ലാണ്ട് നോർമലി പ്യുവർ സ്ത്രീ ആയിട്ടുള്ള കഥാപാത്രങ്ങൾക്കും വിളിക്കുന്നുണ്ട്. എല്ലാം നല്ല എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പോൾ നല്ല നടികളായിട്ട് വിളിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതുന്നുണ്ട്, സിനിമകൾ എഴുതുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കും നല്ല അനിയത്തി ക്യാരക്ടർ വേണം, നല്ല അമ്മ ക്യാരക്ടർ വേണം, നല്ല ചേച്ചി ക്യാരക്ടർ വേണം, നടിമാരെ ക്യാരക്ടർ വേണം. അല്ലാണ്ട് ഒരു പർട്ടിക്കുലറിലേക്ക് അവരെ എഴുതപ്പെടരുത്. ട്രാൻസുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറെ സിനിമകൾ ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വേഷങ്ങൾ അത്തരം ഒരു വേഷങ്ങളായിരിക്കും. അങ്ങനത്തെ വേഷങ്ങളല്ലാണ്ട് അവർക്കും നല്ല നല്ല ക്യാരക്ടറുകൾ വരണം, അവർക്കും നല്ല നല്ല ക്യാരക്ടർ എഴുതപ്പെടണം. അതൊക്കെ അവർക്ക് ആക്ടിങ് അറിയുന്നല്ലോ. ഒരുപാട് പേരില്ലേ ട്രാൻസിൽ വുമൻസ് ഒക്കെ ആയിട്ട് എത്രയോ നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇതിലുണ്ട്, ഫ്രണ്ട്സിലുണ്ട്. ഇപ്പോൾ എന്താണ് കുറേ ആൾക്കാർ അഭിനയിച്ചത് കണ്ടു. ഇപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്കും അതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു നടി ചെയ്യുന്ന അത്തരം കഥാപാത്രങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അവർക്കും പറ്റും. അവർക്കും അത്തരം ക്യാരക്ടർ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കഥകൾ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഇപ്പോൾ അവർക്കും ഇവർക്കും ഒക്കെ കഥകൾ എഴുതിട്ടില്ല, നല്ല കഥകളെ കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അതെ അതെ, ഇവിടെ തമിഴ്നാട് ഒക്കെ കാണുന്നത് മലയാളം ഫിലിംസ് ആണ്. അങ്ങനെ ആയിപ്പോയി, നല്ല കഥകളുണ്ട്. പക്ഷേ ഇതാണ് പ്രോബ്ലം. ഈ ട്രാൻസ് കാണിക്കുമ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ കാണിക്കും. ഇത് എനിക്ക് കൂടെ അതിൽ താല്പര്യമില്ല. പിന്നെ ഈ റീൽസ്, അതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. നീ യാരോ ചെയ്യുന്നത് ഇവിടെ ചെയ്ത് കാട്ടരുത്. ഇപ്പൊ ഞാൻ ഇത് രണ്ടാം ഘട്ടതെന്ന് പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊന്ന് ചോദിക്കുന്നത്. ഞാൻ തന്നെ സ്വയം ചെയ്ത ഒരു ക്യാരക്ടർ. ഇവിടെ എല്ലാവർക്കും അറിയാം ഫിലിം കിനാരത്തുമ്പിന്ന്. അതിലൊരു ഡയലോഗ് ഉണ്ട്, തെറ്റ് ചെയ്യാത്തവർ ആരുള്ളടാ ഗോപു. അത് ഒരു 2-3 ആക്ഷൻസിൽ ഒന്ന് ചിരിച്ചിട്ട്, ഒന്ന് ഫീൽ ചെയ്തിട്ട്, ഒന്ന് വെക്കപ്പെട്ട്, ഒന്ന് കറഞ്ഞിട്ട്, ഇത് 4 എങ്ങനെ ചെയ്ത് കാട്ടും? അയ്യോ, ഓക്കെ. ഫസ്റ്റ് ചിരിച്ചിട്ട് ചെയ്യാത്തില്ല ഉണ്ടോ ഗോപു? ഓ, ഇപ്പൊ ഷൈ ആയിട്ട് തെറ്റ് ചെയ്യാത്തവര് ആരെങ്കിലും ഉണ്ടോ ഗോപു? ഓ, ഇവള് എന്റെ കാലം ബെസ്റ്റ്. നെക്സ്റ്റ് എന്താ? കറഞ്ഞിട്ട് തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? ഇല്ല. ഓ, 2026 കിനാരത്തുമ്പി 2 എടുക്കണമെങ്കിൽ ജാസിനെ ആക്ട് ചെയ്യാൻ വെക്കണം. ഓക്കെ, ಇನ್ನೊಂದು ആംഗ്രി, ദേഷ്യമായി. തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ഗോപു? ഇല്ല, ആരുമില്ല. സൂപ്പർ ജാസി, സൂപ്പർ. സീരിയസ് ആയിട്ട്
കിനാരത്തുമ്പി 2 ചെയ്യുന്നത്. നീ അത് കാണ്, അത് ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ ഇന്റിമേസി സീനോ ഒന്നുമില്ല. ആ കുട്ടി ആ ചരക്കന് ഹി വാസ് ഓൺലി 17 years old. I was 23 then. ഞാൻ പറഞ്ഞു പേടിക്കടാ മോനെ, വാ വാ പേടിക്കരുത് വാ എന്ന്. ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ആ ഫിലിം. there is no sex in it. സോ നീ പേടിക്കാതെ കിനാരത്തുമ്പി 2 നീ തന്നെ ചെയ്യണം. ഇത് ഭയങ്കര പക്ഷെ എനിക്ക് എന്ത് ഒരേ ഒരു സ്റ്റൈലാ, തെറ്റ് ചെയ്യാത്തവര് ആരും ഇല്ലടാ ഗോപു മാത്രമല്ല സ്റ്റൈൽ. എന്നെ ഇപ്പൊ ഈ കേട്ടാലും എനിക്ക് ഇത്രയ്ക്ക് വരില്ല. സൂപ്പർ. അയ്യോ, യുവർ മാരേജ് മുമ്പ് അതെങ്ങനെ നടന്നത്? അത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വീട്ടിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കല്യാണം വേണ്ട, കല്യാണം എനിക്ക് കേൾക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു അതൊന്നുമില്ല, കല്യാണം കഴിഞ്ഞാലൊക്കെ ശരിയാവും, അങ്ങനെയൊന്നുമില്ല. എന്താണ് പിന്നെ പിന്നെ അവരുടെ ഉപ്പാക്ക് പിന്നെ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആയി, വാൾവൊക്കെ ഇതായിട്ട്. അപ്പോൾ പിന്നെ നിർബന്ധമായി കല്യാണം കഴിക്കണം എന്നുള്ള ഇതായി. ഞാൻ ഓക്കെ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ചപ്പോഴാണ് പിന്നെ കൂടുതൽ മനസ്സിലായത് നമുക്ക് ഒരിക്കലും ആ ലൈഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തന്നെ പറ്റില്ല. കാരണം നമ്മളൊരു പെൺകുട്ടികളെ പോലെ ആയതുകൊണ്ട്, നമ്മൾ മൈൻഡ് മുഴുവൻ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു പെൺകുട്ടിനെ നമുക്ക് ആ ഒരു ലെവലിൽ കാണാനേ പറ്റുന്നില്ല. ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ എന്ന രീതിയിൽ നമുക്ക് കാണാം, നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് പോകാം. അങ്ങനെ പറ്റില്ല. നമുക്കൊരു എന്താ പറയുക, അവർക്കൊരു കുട്ടി വേണം, ഫാമിലി പോകണമല്ലോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പറ്റൂല, നീ വീട്ടിൽ പറഞ്ഞിട്ട് നീ വീട്ടിൽ പറഞ്ഞോ, നമുക്ക് ലീഗലി ഇങ്ങനെ ഡിവോഴ്സ് ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലീഗലി ഡിവോഴ്സായി, സെപ്പറേറ്റഡ് ആയി ഞങ്ങൾ. പക്ഷെ നിനക്കത് ഒരു റെഗ്രഷൻ ഇല്ലേ? നമുക്കിത് എന്തിനാ ചെയ്തത്? ഇപ്പോ നിന്റെ കാര്യം വിട്. ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ കല്യാണം കട്ടിയാ കൂടാ, അത് സെക്കൻഡ് മാരേജ് ആവും. അതിന് നിനക്ക് റിഗ്രഷൻ ഉണ്ട്. എനിക്ക് റിഗ്രറ്റ് പറഞ്ഞാൽ വേണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു റിഗ്രറ്റ് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്താണ് തോന്നിയില്ലേ, അതായത് കുറച്ചൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒരു കല്യാണം കഴിക്കാൻ കുട്ടിയെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയാലും ഇപ്പോൾ ഞങ്ങൾ ഒരു റിലേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് മുമ്പൊരു കല്യാണം കഴിച്ച ആളാന്നുള്ളൊരു മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഉണ്ട്, വേണ്ടിയിരുന്നില്ല എന്നൊരു റിഗ്രറ്റ് എനിക്കുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ആ കുട്ടീനെ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സ്റ്റെക്ക് ഓൺ ചെയ്ത് വെക്കുന്നത്, അത് ഞാൻ കുട്ടീനെ ചെയ്യുന്ന വലിയൊരു ഉപദ്രവം കൂടി ആയി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് വേണ്ട, അവൾക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ട്, ബെറ്റർ ഒരു ലൈഫ് കിട്ടട്ടെ എന്ന രീതിയിൽ അങ്ങനെ ഡിവോഴ്സ് ആയി പോയതാണ്. ഇത് എപ്പോഴാണ് എൻ്റെ ഈ മാരേജ് ആയത്? ഞാൻ ദുബായിലുള്ള സമയത്ത്. ദുബായിൽ നിന്ന് ഏത് വർഷം? 2000 എത്ര വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 years മുമ്പ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ നിനക്കും ആശയുമായിട്ട് ലവ് ഉണ്ടെന്ന്? ആശി എന്താ പറഞ്ഞത്? ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഇഷ്ടം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രക്ക് സീരിയസ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ട്, ഓഫ്കോഴ്സ് ആശി നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു വെൽവിഷറായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ പറയുന്നുണ്ട് ആഷിനോട് എനിക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഓക്കെ അത് നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട, ആ ഒരു മൈൻഡായിരുന്നു. ജസ്റ്റ് ഫ്രണ്ട്സ് ആയ പോലെ നിൽക്കുന്നത് ഞങ്ങൾ ആ സമയത്തൊക്കെ.